الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും രഹസ്യ പരസ്യ ഇടപാടുകളിലും അനക്കങ്ങളിലും ബന്ധങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി പാലിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമിയിലെ നമ്മുടെ ഈ ആയുസ്സിലുടനീളം രാവിലും പകലിലുമൊക്കെ അല്ലാഹുവിനെ ഓർത്ത് സൽപ്രവർത്തനങ്ങളിൽ മുന്നേറി അല്ലാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും നേടിയെടുക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന റബ്ബിന്റെ ഇഷ്ടക്കാരിൽ പ്രിയപ്പെട്ടവരിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാഭാവികമായി വന്നു ചേരാൻ സാധ്യതയുള്ള വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ അശ്രദ്ധ കൊണ്ടാവാം, അറിവില്ലായ്മ കൊണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്താൽ അതൊക്കെ നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരെ പരിചയപ്പെടുമ്പോൾ പേര് ചോദിക്കും, വിവരങ്ങൾ അന്വേഷിക്കും, എവിടെയാണ് നാട്, വീട് എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നല്ല വീട് എന്ന് പറയുന്നത്. വീട് നമ്മൾ പണിയും, വീടിന് വിശാലത ഉണ്ടാവണം, വീടിന് സൗകര്യങ്ങൾ ഉണ്ടാവണം. ഇതിലൊന്നും രണ്ടഭിപ്രായങ്ങളില്ല. വീടിന്റെ വലിപ്പം, അതിന്റെ വിസ്തീർണം, അതിന്റെ താമസക്കാർ, ഇതൊന്നും നമ്മൾ അങ്ങനെ
വിശദീകരിച്ച് പറയേണ്ടുന്ന ഒരു കാര്യമല്ല. അതേസമയം നല്ല ഒരു വീട്, ആ നല്ല വീട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭംഗി കൊണ്ടല്ല, വലിപ്പം കൊണ്ടല്ല, വീടിന്റെ ഉള്ളിലെ വിശാലത കൊണ്ടല്ല, ചുറ്റുമതിലിന്റെയും വീടിന്റെ പുറം ഭാഗങ്ങളിലുമുള്ള മനോഹാരിത കൊണ്ടല്ല. നല്ലൊരു വീട് എന്ന് പറയുന്നത് ശാന്തതയും സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഇടം ആയിത്തീരുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം ഉണർത്തുന്നുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കനൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വീട് ഒരുക്കി തന്നിരിക്കുന്നു. ആ വീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയുള്ള വീടാവണം? സക്കനൻ, താമസ സൗകര്യവും ഒരു വിശ്രമ സ്ഥലവും അതിലൂടെ ഒരു സക്കീനത്തും ഒക്കെ ലഭിക്കുന്ന ഒന്നായിട്ട് ആ വീട് മാറും. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീടിന്റെ ഒരു രൂപം എങ്ങനെയാവണം എന്നുള്ളത് ഖുർആനിലൂടെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. വല്ലാഹു വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ. കാലികളുടെ തോല് കൊണ്ട് പാർപ്പിടങ്ങൾ അവൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു എന്ന് മാത്രമല്ല, അതിന്റെ വീട്ടിൽ പല ഉപകരണങ്ങളും നൽകി. ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാണ് വീടിന്റെ ഒരു കൺസെപ്റ്റ്. ആ വീടിന് ഒരു മൃഗങ്ങളുടെ തോല് കൊണ്ട് വീടുണ്ടാവണം എന്ന് പറഞ്ഞാൽ വീടിന് അങ്ങനെ ഒരു നല്ലൊരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. നല്ലൊരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. വീട് ഓഫീസ് പോലെയല്ല, വീട് ലോഡ്ജ് പോലെയല്ല, വീട് അങ്ങാടിയിൽ കാണുന്ന ബിൽഡിംഗ് പോലെയല്ല, ഫ്ലാറ്റ് പോലെയല്ല. വീടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ കല്ലും മണ്ണും അതേ കമ്പിയും അതേ കോൺക്രീറ്റും അതേ സിമെന്റും അതേ മെറ്റീരിയൽസ് മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങാടിയിൽ മറ്റൊരു ബിൽഡിംഗ് നിർമ്മിച്ചാൽ അതിന് നമ്മൾ വീട് എന്ന് പറയും. അതിന് നമ്മള് അങ്ങാടിയിൽ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, 2 മുറി ഉണ്ട് എന്ന് നമ്മൾ പറയാം. വേറെ എന്തെങ്കിലും നിർമ്മിച്ചാൽ അതിന് നമ്മൾ വീട് എന്ന് പറയും. പള്ളി ഉണ്ടാക്കാനും അങ്ങാടിയിലെ പീഡിയ റൂം ഉണ്ടാക്കുവാനും ഒക്കെ ഉപയോഗിച്ച മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പറമ്പിൽ വ്യാപാരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഒരിക്കലും എന്റെ പീഡിയ റൂം എന്നും പറയില്ല, വീട് എന്നാണ് പറയുക. ഇപ്പൊ മെറ്റീരിയൽ അല്ല, മെറ്റീരിയലിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് അതിലൂടെ ഒരു സക്കീനത്ത് കൈവരണം, സന്തോഷം ഉണ്ടാവും, ഒരു ശാന്തത കിട്ടണം, ഒരു ആഹ്ലാദം നിങ്ങൾക്ക് കിട്ടണം. എന്നിട്ട് പറയാണ് അതിന് നിങ്ങൾക്ക് ഉപകരണങ്ങൾ വീട്ടിൽ. ആ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ വീട്ടിന് വേണ്ട ഉപകരണങ്ങൾ എന്താവും? നമ്മൾ ഹൗസ് വാമിങ് നമ്മളിടും, വാഷിംഗ് മെഷീൻ വേണം, മറ്റേത് വേണം, ഇന്നത് വേണം, എന്നാലും നമുക്ക് വീട് അത് പൂർണ്ണതയാകും. ഇത് വേണം, ഇത് 2 അഭിപ്രായങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ വീടിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ, ആധുനിക സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും, വിശാലതയൊക്കെ വേണം. പക്ഷെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എന്താ? നിങ്ങളുടെ ഈ കോലാടുകളുടെ രോമങ്ങൾ, നിങ്ങളുടെ ഒട്ടകങ്ങളുടെ രോമങ്ങൾ, സാധാരണ നിങ്ങൾ കാണുന്ന ആട്, ചെമ്മരിയാടിന്റെ രോമങ്ങൾ, ആ രോമങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അസാസ ഉപകരണങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കും. അപ്പൊ അതും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പും പതിറ്റാണ്ടുകൾക്ക് മുമ്പും ഖുർആൻ ഇത് അവതരിപ്പിക്കുമ്പോൾ പുതിയ കാലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ നമ്മളൊന്ന് വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്യാം. ആത്യന്തികമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീട് മസ്കനായിട്ട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ മാറും. അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? പല സന്ദർഭങ്ങളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഈ മെമ്പറിൽ തന്നെ. അതേസമയം ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നില്ല. അത് പോകാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് പറയണം. എന്റെ കച്ചവടത്തെ ഞാൻ ചിന്തിക്കുന്നത് പോലെ, കച്ചവടത്തെ ഞാൻ കണക്ക് കൂട്ടുന്നത് പോലെ, കച്ചവടത്തെ ഞാൻ ഓഡിറ്റിംഗ് നടത്തുന്നത് പോലെ, എന്റെ ജോലിയെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നത് പോലെ, എന്റെ ജീവിതാഭൂർവങ്ങളെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത് പോലെ എന്റെ വീടിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കാറുണ്ടോ? വീടിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്.
ഇപ്പൊ നമ്മൾ പറയല്ലേ, എവിടെ പോയാലും വീട്ടിൽ കണ്ട് എത്തിയാൽ എനിക്ക് സമാധാനം. രാത്രി കിടന്നുറങ്ങണമെങ്കിൽ വീട്ടിൽ കണ്ടെത്തണം. അതിന് അറബിയിൽ തന്നെ അതിന് പ്രയോഗമുണ്ട്, ധാറുന്ന പറയാം, കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് അവസാനങ്ങൾ എത്തുന്ന സ്ഥലം. ഈ രാത്രി നിങ്ങൾ കിടന്നുറങ്ങണം. ബൈത്ത് സാധാരണ ഏത് കുട്ടിനോട് ചോദിച്ചാൽ കുട്ടിക്ക് പറയാൻ പറ്റും, വീടിന് എന്താ പറയാന്ന് ചോദിച്ചാൽ ബൈത്ത് എന്ന് പറയും. അപ്പൊ ബൈത്ത് രാത്രി കിടന്നുറങ്ങുന്ന സ്ഥലം. മൻസിൽ നമ്മളൊന്നോട് ഫ്രീ ആവുന്ന സ്ഥലം, എല്ലാം കറങ്ങിയിട്ടൊന്ന് ഇറങ്ങി താമസിക്കുന്ന ഒന്ന് സ്ഥലം. ഇതൊക്കെ ആയിരിക്കെ തന്നെ നമ്മുടെ വീട്, ഒരു മുസ്ലിം ഭവനം. എന്റെ വാപ്പിന്റെ അമ്മ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഞാനും അടക്കം കറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്റെ വീടിന്റെ അകത്തളങ്ങൾ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കുളിർമയും സമ്മാനിക്കുന്ന ഒന്നായിട്ട് മാറും. കുളിർമ സമ്മാനിക്കുന്ന ഒന്നായിട്ട് മാറും. പരിശുദ്ധ ഖുർആനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് അത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിന് ശ്രദ്ധിക്കാതെ പോയാൽ എന്താ സംഭവിക്കുക? ശ്രദ്ധിക്കാതെ പോയാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, നിങ്ങളെ മക്കള് ഏതെങ്കിലും രൂപത്തിൽ വളരും. നിങ്ങളെ കുടുംബത്തില് പാപ്പിയും ഉമ്മയും ഭാര്യയും ഭർത്താവും, ഇതിൽ നിങ്ങൾക്കൊരു ഭംഗിക്കുറവുണ്ടാവും, ഇതിൽ നിങ്ങൾക്കൊരു പൂർണ്ണത കിട്ടും, ഇതിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടും. നമ്മൾ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? ഞാനുണ്ട്, ഉമ്മ ഉണ്ട്, വാപ്പുണ്ട്, ഭാര്യ ഉണ്ട്, 3-4 മക്കളുണ്ട്. ചിലയിടത്ത് ചെറിയതാണ്, വാപ്പി ഇമ്മയില്ല, ഞാൻ എന്റെ പെണ്ണുങ്ങളും എന്റെ മക്കളും. ചിലയിടത്ത് ചിലപ്പോൾ ചില വീട്ടിലുണ്ടാവും, ചിലർക്ക് സ്വന്തമായ വീടുണ്ടാവും, ചിലവർ നമ്മളെ തറവാട് വീട് എന്ന് പറയും, ജ്യേഷ്ഠനും അഞ്ചനും ഒക്കെ ഉണ്ടാവും. ഇനി എങ്ങനെ നിങ്ങൾ താമസിക്കുകയാണ്? ഞാനിപ്പോഴും പറയുന്നു, സൗകര്യങ്ങളുടെ കൂട്ടത്തിലല്ല പറയുന്നത്. നല്ല മാർബിൾ തറയോടുകൂടി, അത്യന്താധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളോടും കൂടി, നല്ല ഏറ്റവും നല്ല ബാത്റൂം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള വീടിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. നമ്മൾ താമസിക്കുന്നത്, എന്റെ കെട്ടിയോനും എന്റെ കെട്ടിയോളും താമസിക്കുന്നത്, എന്റെ മക്കൾ വളരും, എന്റെ ജ്യേഷ്ഠനും എന്റെ അഞ്ചനും, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും, എന്റെ വാപ്പിന്റെ ഉമ്മയും താമസിക്കുന്നത് വീടിന്റെ അകത്തളങ്ങൾ. അതെനിക്ക് എന്താ സമ്മാനിക്കുന്നത്? സന്തോഷവും സമാധാനവും ആഹ്ലാദവും ജീവസുറ്റ വീടിന്റെ അകത്തളങ്ങളാണ്. ഇപ്പൊ ചിലര് വന്നിട്ട് സമയത്ത് പറയും, വീട്ടിൽ കണ്ട് എത്തിയാല് വീട്ടിൽ കണ്ട് മടിയാക്കാറ്. നമ്മള് വീട്ടിൽ നിന്ന് ജോലി തിരക്കോട് കൂടിയിട്ടാണ്ട് വീട്ടിൽ കയറി വീട്ടിൽ കണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എന്റെ ഓളം മുഖം കാണാൻ കഴിയില്ല, ഓളം കണ്ടിട്ടില്ല. ചിലവര് പറയും എന്റെ വീട് ലോഡ്ജാണ്. എന്താ ലോഡ്ജിന്റെ പ്രത്യേകത? കടന്നുറങ്ങിയിട്ട് നമ്മൾ പോരും. ചിലർ പറയും എന്റെ വീട് റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് ചിലപ്പോൾ കടന്നുറങ്ങുകയും ചെയ്യും, ചിലപ്പോൾ ഒരു ഭക്ഷണം കിട്ടുകയും ചെയ്യും. ഭക്ഷണം കൊണ്ടുവന്ന് തരും, അവിടെ പ്രത്യേകം ഭക്ഷണം കൊണ്ടുവരാൻ റൂംബോയി അല്ലെങ്കിൽ ആരോ സപ്ലയർ ഒക്കെ ഉണ്ടാവും. എന്നതുപോലെ ഉമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ പെങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും. ഭക്ഷണം കഴിക്കും. ഞങ്ങൾ തമ്മിൽ ഒരു മുണ്ടാട്ടമില്ല, ഒരു സംസാരമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു അടുപ്പമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു നനവില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ഹൃദ്യമായൊരു സംസാരം. ഞാൻ പറയുന്നു, അങ്ങനെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട് നമുക്ക് ഒരു സന്തോഷവും സമാധാനവും ഇല്ല. പ്രിയപ്പെട്ടവരെ, കുറവുണ്ടെങ്കിൽ ഈ പറയുന്ന എന്റെ വീട്ടിൽ കുറവുണ്ട്, എന്റെ ഭാര്യയോട് എന്റെ മക്കളോടുള്ള ബന്ധങ്ങളിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ, എന്റെ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളിൽ എനിക്ക് കുറവുണ്ടെങ്കിൽ, ഞാനാണല്ലോ ആലോചിച്ച് ഉണ്ടാക്കേണ്ടത്. ആ കുറവുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതാണ് ഞാൻ തന്നെയാണ്. ഈ പറയുന്ന ഞാനാണ്, ഈ കേൾക്കുന്ന നിങ്ങളാണ്. ഏറ്റവും ജീവസുറ്റ വീടാവുക. എന്റെ കൂടെ ഒരു SSLC കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ ഒരു കുട്ടി, നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം ഹോസ്റ്റലിന്റെ പാഠഭാഗങ്ങൾ പഠിക്കണമല്ലോ. സാധാരണഗതിയിൽ കുട്ടികൾ മഗ്‌രിബിന് ശേഷം പഠിക്കുകയെന്നല്ല. അവന് നമസ്കാരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനടി ഒന്ന് സൂറത്ത് യാസീന് ഫുള്ള് കണ്ടുപോകും, പിന്നെ സൂറത്ത് മുൽക്ക്. കിടക്കാൻ നേരത്തെ എപ്പോഴെങ്കിലും കിടക്കുന്നതിന് മുമ്പ് സൂറത്തിൽ വാക്യം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 16 വയസ്സ് 17 വയസ്സ് ഇതാണ്. ഞാൻ ചോദിച്ചത് എവിടുന്ന് ഉണ്ടായതാ? എന്റെ വാപ്പ ശീലിപ്പിച്ചതാ. നമ്മളെ വീട്ടിൽ യാസീൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാകുന്നത്.
നമ്മളെ വീട്ടിൽ സൂറത്ത് മുൽക്ക് ഓതാത്തൊരു ദിവസം ഉണ്ടാവും. ഹോസ്റ്റലിന്റെ തൊട്ടടുത്ത പള്ളി. അപ്പൊ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിക്ക് പോകും. ഞാനൊരു ഇസ്ലാമിക കോളേജിൽ ശാന്തവര അൽജാമിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന അടുത്തുണ്ട്. സുബഹിക്ക് ബാങ്ക് കാണും. പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചാൽ മതി. പക്ഷെ അവിടുന്ന് തന്നെ ഒതുണ്ടാക്കിയിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് പള്ളിക്കാണ് പോവുക. ഇത് എവിടുന്ന കിട്ടിയത്? നിന്റെ ഒപ്പം പഠിപ്പിച്ചതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ നിസ്കാരത്തിന്റെ ഒരു ഭാഗങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കണം. വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കണം. പുരുഷന്മാർ ഫർള് നമസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം. പക്ഷെ പള്ളിയുടെ നമസ്കാരത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ വീട്ടിൽ കൊടുക്കണം. വീട്ടിൽ കൊടുക്കണം. അപ്പൊ നിങ്ങളെ സുന്നത്ത് മുഴുവൻ നിങ്ങൾ ഇവിടെ നിസ്കരിക്കാം. വീട്ടിൽ നിസ്കരിക്കാം. ഖുർആൻ പാരായണം നടത്തുന്ന വീടിന്റെ അകത്തളങ്ങളുണ്ടാവും. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന വീടിന്റെ അകത്തളങ്ങളുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നിങ്ങളെ വീടുണ്ടല്ലോ, ആ വീടിനെ നിങ്ങൾ എന്താക്കരുതെന്ന് അറിയുക. മസലുൽ ബൈത്ത്, ഈ വീടിന്റെ ഉദാഹരണം അല്ലദീ യുദ്കറുല്ലാഹു ഫീഹി, ആ വീട്ടിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന വീട്. ആ സ്മരിക്കുന്ന വീടിന്റെ ഉദാഹരണം ചില വീടുണ്ട്, വൽ ബൈത്ത് അല്ലദീ ലാ യുദ്കറു ഫീഹി, അതിൽ അള്ളാഹുവിനെ സ്മരിക്കപ്പെടാത്ത, അള്ളാഹുവിനെ സ്മരിക്കുന്ന വീട്, അള്ളാഹുവിനെ സ്മരിക്കപ്പെടാത്ത വീട്. മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, മരിച്ചതിന്റെയും ജനിച്ചതിന്റെയും, അതായത് ശവത്തിന്റെയും ജീവനുള്ളതിന്റെയും, ഹയ്യും മയ്യിത്ത്, ഇതിന്റെ ഉദാഹരണം പോലെയാണ്. ഒന്നാം നമ്മളെ വീടിനുണ്ടാവേണ്ടത് ദിക്റുകളുള്ള വീട്. ദിക്റുള്ള വീട്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പ്രാർത്ഥനയില്ല. വീട്ടിലുള്ള ആളുകൾ നമ്മളെ എല്ലാ സമയത്ത് പരിശോധിച്ച് നോക്കി, നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ഉണരുന്നത് എവിടുന്ന? വീട്ടിൽ നിന്നാണ്. ഉണരുമ്പോഴുള്ള പ്രാർത്ഥന. നമ്മൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാഷ്റൂമിൽ പോകുന്നത് എവിടുന്ന? വീട്ടിൽ നിന്നാണ്. തിരിച്ചു വരുന്നത് എവിടുന്ന? വീട്ടിൽ നിന്നാണ്. ഭക്ഷണം കഴിക്കുന്ന എവിടുന്ന? വീട്ടിൽ നിന്നാണ്. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നത് എവിടുന്ന? വീട്ടിൽ നിന്നാണ്. എല്ലാം കഴിഞ്ഞിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരുന്നത് എവിടുന്ന? വീട്ടിലേക്ക്. അപ്പോഴൊക്കെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഉള്ള വീടിന്റെ അകത്ത്, ഉറങ്ങാൻ കടുക്കുമ്പോൾ പ്രാർത്ഥനയുള്ള വീടിന്റെ അകത്ത്. രണ്ടാമത് എന്ത് വേണം? നമുക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങൾ സംസാരിക്കുക, പരസ്പരം മനസ്സിലാക്കുക. വീട്ടിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. വീട്ടിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. അത് തുറന്ന് നിങ്ങൾ പറയേണ്ടി വരും. അത് ഏറ്റവും പ്രധാന, പ്രായമുള്ള ആളുകളാണെന്ന് വെച്ചിട്ട് മാല റൂമിൽ കണ്ട് ഓടിച്ചാടി ചെല്ലാൻ പറ്റില്ല. അപ്പൊ എനിക്കൊരു 10, 30, 40 വയസ്സായി. എന്റെ അമ്മയാണ്, എന്നെ പ്രസവിച്ച അമ്മയാണ്, എന്നെ ഗർഭം ചുമന്ന അമ്മയാണ്. അപ്പൊ ഉമ്മാന്റെ റൂമാണെന്ന് വിചാരിച്ചിട്ട് അത് കയറി ചെല്ലാൻ പറ്റുമോ? കയറി ചെല്ലാൻ പറ്റില്ല. പ്രത്യേകിച്ച് 3 സമയങ്ങളിൽ ഉമ്മാന്റെ അനുവാദം വാങ്ങിയിട്ട് എന്റെ റൂമിൽ കയറാൻ പറ്റും. ഇതവിടെ നിൽക്കട്ടെ, നമ്മൾ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുകയാണ്. അഞ്ചന്റെ ഭാര്യ ഉണ്ട്, ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ട്. അഞ്ചന്റെ ഭാര്യ ആരാ? ജ്യേഷ്ഠന്റെ ഭാര്യ ആരാ? എന്നെ സംബന്ധിച്ചിടത്തോളം അന്യസ്ത്രീയാണ്. ശരിക്കും ഇസ്ലാമിൽ അന്യസ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പാടില്ല, ബന്ധങ്ങനെ ബന്ധപ്പാടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് നടക്കൂല. നമ്മുടെ നാട്ടിൽ നടക്കൂല. നമുക്ക് എനിക്കൊരു കച്ചവടം തുടങ്ങണം, കച്ചവടത്തിന്റെ മുമ്പിൽ ഒരു അന്യസ്ത്രീ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു ഡോക്ടറാണ്, ഡോക്ടർക്ക് എനിക്ക് ചികിത്സിക്കേണ്ടി വരും. ഞാൻ അധ്യാപകനാണ്, അധ്യാപികയാണ്. അന്യ പുരുഷൻ, അന്യ സ്ത്രീ, അവരായിട്ട് കൊണ്ട് സംസാരിക്കാതെ എനിക്ക് സ്കൂൾ മുന്നോട്ട് കൊണ്ടാൻ കഴിയൂല, എന്റെ ജോലി മുന്നോട്ട് കൊണ്ടാൻ കഴിയൂല. ഞാൻ അങ്ങാടി കയറണേ, ഒരു അന്യ സ്ത്രീകളുടെ അങ്ങാടിയിൽ ഞാൻ പോകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഒരു ജീവിത സാഹചര്യ സന്ദർഭം അങ്ങനെയാണ് നമ്മുടെ കൾച്ചർ. അതേസമയം നമ്മൾ പാലിക്കേണ്ടുന്ന അതീവമായ സൂക്ഷ്മത, അതീവമായ സൂക്ഷ്മത, ഇങ്ങേറ്റത്തുള്ള അതീവമായ സൂക്ഷ്മത. ഞാനും എന്റെ ചേട്ടൻ, എന്റെ അനിയനും ഒരുമിച്ചാ താമസിക്കുന്നത്. ചേട്ടന്റെ ഭാര്യ ഉണ്ട്, അനിയനും ഭാര്യയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ സ്ത്രീകൾ, അന്യ സ്ത്രീകളോട് നമ്മൾ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ലൂസായി പോകും. നമ്മൾ ചിലപ്പോൾ കാണും, അഞ്ചന്റെ കൂടെ തന്നെ ചേട്ടന്റെ ഭാര്യ ബൈക്കിന് പോകും, ചേട്ടന്റെ കൂടെ തന്നെ അനിയന്റെ ഭാര്യ ബൈക്കിന് പോകും. അതൊക്കെ നമ്മളെ വീട്ടിൽ കാണുന്നൊരു കാര്യമാണ്. പക്ഷെ ഇത് നഷ്ടപ്പെടുന്നത് എവിടുന്നാണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ല, ദിക്ർ നഷ്ടപ്പെടും. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ദിക്ർ നഷ്ടപ്പെടും. 4, 7 നില വീടാണ്, എല്ലാ സൗകര്യമുണ്ട്. എല്ലാ സൗകര്യം നിങ്ങൾക്ക് ഇത് കിട്ടൂലല്ലോ. സൗകര്യം കുറച്ച വീട്, 1 നില വീടുള്ളൂ, ആകെ 2 റൂമേ ഉള്ളൂ. പേരക്കുട്ടികളൊക്കെ വരാന്തയിൽ അല്ലെങ്കിൽ നമ്മളെ ഹോളിലാണ് കടന്നുറങ്ങുന്നത്. ഒറ്റ പായില ഏട്ടന്റെ അഞ്ചന്റെ ഒക്കെ മക്കൾ കടന്നുറങ്ങും. ഭാര്യയായിട്ട് കഴിയുന്ന ആളുകൾക്ക്, കുടുംബമായിട്ട് കഴിയുന്ന ആളുകൾക്ക് 2 റൂമുണ്ട്. വാപ്പിയൊക്കെ തന്നെ പുറത്ത് ഇങ്ങനെ സൗകര്യപ്പെടുത്തിയിട്ടൊക്കെയാണ് കിടക്കുന്നത്. പക്ഷെ ആ വീട്ടിൽ എന്തുണ്ടാവും അറിയോ? ദിക്ർ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, കൺകുളിർമ ഉണ്ടാവും, സമാധാനം ഉണ്ടാവും.
നേരെ തിരിച്ച് 5 റൂമുണ്ട്. ഒരു റൂമിൽ ഒരു മകൻ കിടക്കുന്നു, മറ്റൊടുത്ത് മറ്റോൻ കിടക്കുന്നു, വാപ്പാക്കും മാക്കും വേറെയും കിടക്കുന്നുണ്ട്. ആ വീട്ടിൽ എന്തുണ്ടാവുന്നു അറിയില്ല, ചേട്ടൻ അറിയില്ല, വാപ്പാൻ അറിയില്ല, സംസാരമില്ല. ഒരു റെസ്റ്റോറന്റ് കിടക്കണമാതിരി, ഒരു ലോഡ്ജിൽ കിടന്നുറങ്ങണമാതിരി വീടിന്റെ അകത്തളങ്ങളുണ്ടാവും. ഇവിടെയാ റസൂൽ പറഞ്ഞിട്ട് ഒന്ന് ദിക്റുണ്ടാവും. ഇല്ലെങ്കിൽ ആ വീടിന്റെ അകത്തളം എന്ന് പറയുന്നത് അതില്ലാതായാൽ വീടിന്റെ അകത്തളം മരിച്ച വീട് പോലെയാണ്. സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്ന വീടുണ്ടാവണം. ഒന്ന് സൂറത്തു യാസീൻ പാരായണം ചെയ്യാത്ത വീടുകൾ മഖാബിറുകളാണ്. യാസീൻ പാരായണം ചെയ്യാത്ത വീട് എന്ന് പറയുന്നത് മഖാർ ഖബറുകളുടെ തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തജഅലു ബുയൂതകും, നിങ്ങൾ നിങ്ങളുടെ വീടുകളാക്കരുത് മഖാബിറ ഇന്ന ശൈത്താൻ, ഖബറുകളാക്കരുത്. തീർച്ചയായും ശൈത്താൻ പിശാച് യൻഫു മിനൽ ബൈത്ത് അല്ലദീ തഖറഉ ഫീ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശൈത്താൻ വീട്ടിൽ നിന്ന് ഓടിപ്പോകും പേടിച്ചിട്ട്. ഇതൊന്നും ഇല്ലാത്ത വീടാണെങ്കിലോ ശൈത്താന്റെ താവളമായിട്ട് മാറും. ശൈത്താന്റെ താവളം എന്ന് പറഞ്ഞാൽ മക്ബറകൾക്ക് ഖബറുകൾക്ക് പോലെയാവും. അവിടെ പ്രത്യേകിച്ച് ജീവിച്ചിട്ടുണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ വീടിന്റെ അടിസ്ഥാനം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നമുക്കറിയാം, ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ്, വളരെ ഗൗരവത്തിൽ. ഇപ്പൊ നിങ്ങൾ ചുറ്റുകൊടുത്തിട്ട പത്രങ്ങൾ കാണുന്ന ഓരോ സംഭവങ്ങൾ എടുത്തിട്ട് പരിശോധിച്ചു നോക്കി, ഓരോ സംഭവങ്ങൾ എടുത്തിട്ട് പരിശോധിച്ചു നോക്കി. നമുക്കുണ്ടല്ലോ, ആത്മഹത്യ കാണുന്നു, അന്യ സ്ത്രീ ബന്ധം കാണുന്നു, അന്യ പുരുഷ ബന്ധം കാണുന്നു. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം കിടക്കുന്നത് എന്ന് ഇവിടെ അറിയാം, നമ്മുടെ വീടിന്റെ അടിത്തറകൾ. നമ്മുടെ വീട് ഏറ്റവും വലിയ സ്ഥാപനം, ഏറ്റവും വലിയ സ്ഥാപനം നമ്മുടെ വീട്, നമ്മുടെ മക്കള് വളരുന്ന അന്തരീക്ഷങ്ങൾ ഒക്കെ നമുക്കറിയാലോ എങ്ങനെയാണ്. നമുക്ക് ഏറ്റവും സന്തോഷം ഇടുന്നുണ്ടാവില്ല, പള്ളിയിൽ വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുമ്പോഴാണ് സന്തോഷം. അപ്പൊ പള്ളിക്കുള്ള ദൂരം എന്ന് പറയുന്നത് ചിലപ്പം 1 കിലോമീറ്റർ ആയിരിക്കും. നമ്മുടെ കയ്യിൽ ബൈക്ക് ഉണ്ടാവും. ഇപ്പൊ രാവിലെ കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ ഒക്കെ ബൈക്ക് ഓടിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് ആലോചിക്കാൻ തന്നെ വയ്യ. തൊട്ടപ്പുറത്ത് 1 കിലോമീറ്റർ കൂടി പോയാൽ 2 കിലോമീറ്റർ കൂടി പോയാലായിരിക്കും നല്ല ബിഗ് സ്ക്രീനിൽ എല്ലാ സംവിധാനങ്ങളും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് 12:30, 1:30, 2:30 മാച്ച് കാണാൻ നമ്മളോണരും. 12:30 ഉണരും, ബിഗ് സ്ക്രീനിലാണ്. 2 കിലോമീറ്റർ യാത്ര, ബൈക്കിന് സഞ്ചരിക്കും, അപ്പുറത്ത് പോകും, ആഹ്ലാദിക്കും, സന്തോഷിക്കും, രാത്രി ഹയാത്താക്കും, ചർച്ച നടത്തും. ആനന്ദിക്കണ്ടെന്നല്ല കേട്ടോ ഈ പറയുന്നത്, കളി ആസ്വദിക്കണ്ടെന്നോ കളി കാണണ്ടെന്നോ പറഞ്ഞിട്ട് പ്രയോറിറ്റി. 4 എഴുന്നേറ്റിട്ട് 1 കിലോമീറ്റർ ദൂരത്തുള്ള പള്ളിക്ക് പോകുന്നതാണോ നമുക്ക് സന്തോഷം? 1 മണിക്കൂർ 2 മണിക്ക് എഴുന്നേറ്റ് 2 കിലോമീറ്റർ ദൂരം ബൈക്ക് യാത്ര നടത്തി അവിടുത്തെ ആഹ്ലാദങ്ങളിലും ആനന്ദങ്ങളിലും ബിഗ് സ്ക്രീനിലും കളി കാണുന്നതാണോ നമുക്ക് സന്തോഷം? അതാണ് എന്റെ ചോദ്യം. എവിടെയാ നമുക്ക് താല്പര്യം? നിങ്ങൾ ബിഗ് സ്ക്രീനിലും ക്ലബിലും കളി കാണുന്നത് പോലെ തന്നെ സന്തോഷം സുബൈക്ക് പള്ളിയിൽ വന്നിട്ട് 1ാമത്തെ സൊഫിൽ നിന്നിട്ട് ഒന്ന് ദുആ അനുഷ്ഠിച്ച് അന്ന് അവിടെ ആളുകൾ വരുന്ന കാണുകളൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് സുബഹി നമുക്ക് നൽകുന്ന ഒരു സന്തോഷം, സുബഹി നമസ്കാരം നൽകുന്ന ഒരു സന്തോഷം. ഏതെങ്കിലും മരണവാർത്ത ഉണ്ടോ? തലേന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങിയത്, രാവിലെ എണീറ്റിട്ടുണ്ടോ? എന്താ പള്ളിയിൽ വന്നിട്ടുണ്ടോ? ആളുകളുണ്ടോ? നമ്മുടെ ചെറുപ്പക്കാരുണ്ടോ? യുവാക്കളുണ്ടോ? ഉപ്പമാരുണ്ടോ പള്ളിയിൽ? ഇങ്ങനെ സുബഹിസ്കാരത്തിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു നോക്കി. അപ്പൊ നമുക്ക് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ പ്രയാസമില്ലാതെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പക്ഷേ നമ്മുടെ ചുറ്റും അന്തരീക്ഷങ്ങൾ, പ്രയോറിറ്റി, നമ്മുടെ ആഗ്രഹങ്ങൾ, പുതിയ സംസ്കാരങ്ങൾ, ജാഹിലിയ്യത്തിൻ്റെതായ സംസ്കാരങ്ങൾ, ഇതിനെയൊക്കെ മറപ്പിക്കുന്ന വിധത്തിലാണ് നമ്മുടെ ചുറ്റും ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ജാഗ്രത ഉണ്ടാവുക. നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ഉപ്പ ഉമ്മ മക്കൾ, ഇവിടെയൊക്കെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഈ കുത്തുബ കേൾക്കുമ്പോൾ നിന്റെ ഓന് കേൾക്കേണ്ടി എന്ന് വിചാരിക്കരുത്. എന്റെ ഭർത്താവ് കേൾക്കേണ്ടി ഇനി കുത്തുക, എന്റെ ഭാര്യ കേൾക്കേണ്ടി ഇനി കുത്തുക, എന്റെ മോൻ കേൾക്കേണ്ടി ഇന്ന് കുത്തുക എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ഓരോരുത്തരോടും, ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ഓരോരുത്തരോടും, തൽക്കാലം നമ്മൾ ഓരോരുത്തരോടുമാണ്. അതിനുശേഷമാണ് ഓളത് കേൾക്കേണ്ടിനി, ഓന്ത് കേൾക്കേണ്ടിനി, വാപ്പത് കേൾക്കേണ്ടിനി, ഉമ്മത് കേൾക്കേണ്ടിനി, മക്കളത് കേൾക്കേണ്ടിനി എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത്. ആ അർത്ഥത്തിൽ മാറ്റേണ്ടതുണ്ടെങ്കിൽ, മാറ്റിയെടുക്കേണ്ടതുണ്ടെങ്കിൽ, ചില ശീലങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടത്, അങ്ങനെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളുണ്ടെങ്കിൽ, അറിയാതെ വന്ന് ഭവിച്ച നമ്മുടെ ഇതുപോലുള്ള ജീവിതത്തിന്റെ ക്രമങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ പടച്ചറപ്പ് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ വീടിന്റെ അകത്തറങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ബന്ധങ്ങൾ, ഉപ്പ ഉമ്മ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ ഭർത്താക്കൾ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ നാഥ. ശാന്തിയുടെ ഭവനങ്ങളാക്കി ഞങ്ങളുടെ വീടുകളിൽ മാറ്റണേ തമ്പുരാനെ. മക്ബറകൾക്ക് തുല്യമാക്കി ഇടങ്ങളാക്കി ഞങ്ങളുടെ വീടുകളിൽ മാറ്റല്ല റബ്ബേ.
സ്നേഹവും സാഹോദര്യവും ആദരവും ബഹുമാനവും ഒക്കെയുള്ള വീടിന്റെ അകത്തളങ്ങളാക്കിയിട്ട് ഞങ്ങളെ വീടിനെ നീ മാറ്റി അനുഗ്രഹിക്കണമേ നാഥ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പടച്ച റബ്ബിനോട് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ പടച്ച റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്ര പിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുണ്ട്. പലരുടെയും മാതാപിതാക്കളുണ്ട്, പലരുടെയും ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പ്രിയപ്പെട്ട മക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനനായ PC ഉമർ സാഹിബ്, പുലിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം, പെരിയമ്പലക്കാരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ലാത്ത വിധം ജീവിതത്തിന്റെ ഏകദേശം നല്ല നാളുകൾ മുഴുവൻ അസുഖബാധിതനാകുന്നത് വരെ ഈ പ്രദേശത്തിൽ, പള്ളിയിൽ, മഹല്ലിൽ, നാട്ടിൽ ഒരുപാട് നന്മകൾ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനനായ PC ഉമർ സാഹിബ് അള്ളാഹുവിലേക്ക് യാത്രയായത്. അദ്ദേഹം അവസാന ഘട്ടത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നതിനേക്കാൾ ഉപരി ശാന്തൻ ഇസ്ലാമിയ കോളേജിൽ കുറച്ചു കാലം സേവനം ചെയ്തിട്ടുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനുശേഷം എനിക്ക് വന്ന പല വിവരങ്ങളും സാമ്പത്തിക ജീവിതത്തിൽ അത്രയധികം വിശുദ്ധിയുള്ള, സൂക്ഷ്മതയുള്ള, ഒരു കടം പോലും, അങ്ങനെയാണല്ലോ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് ഒരു ബാധ്യതയില്ലാതെ തിരിച്ചു പോകാൻ കഴിയാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭൂമിയിലെ ജീവിച്ചതിന്റെ വലിയൊരു വിജയം. നയാ പൈസയും കടല്ലാതെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ പറ്റുക, ആരെയും ഒരു ബാധ്യതയെ ഏൽപ്പിക്കാനില്ലാത്ത വിധം ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ പലിശടപാട് ഏർപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ കടം, എന്തെങ്കിലും അനിവാര്യ സന്ദർഭങ്ങളിൽ കടം വാങ്ങേണ്ടി വന്നാൽ പോലും ഉടനെ അടുത്ത നിമിഷം അത് വീട്ടാനായിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെ ഒരുപാട് നന്മകൾ, ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ബഹുമാനനായ PC ഉമർ സാഹിബ് അള്ളാഹുവിലേക്ക് യാത്രയായത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ജനാസയിൽ പങ്കെടുത്തവരുണ്ട് എൻ്റെ മുമ്പിൽ, അവരുടെ നാട്ടുകാരുണ്ട്, ബന്ധുക്കാരുണ്ട്. അതേസമയം സന്ദർഭങ്ങളിലും സാഹചര്യമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. പടച്ച റബ്ബ് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വിയോഗം വഴി പ്രയാസപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങളുണ്ട്, ഭാര്യയുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തിൽ ഉറ്റവരും വളരെ അടുത്ത ബന്ധത്തിലുള്ള ആളുകളുണ്ട്. പടച്ച റബ്ബ് അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ നാഥ. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ അസുഖബാധിതരാണ്. അള്ളാഹു അവർക്ക് നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ, ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അള്ളാഹു അവരെ കഷ്ടപ്പെടുത്തല്ല നാഥ. വഹിക്കാൻ കഴിയുന്ന അതിനേക്കാൾ അപ്പുറമുള്ള ഭാരങ്ങൾ ഞങ്ങൾക്ക് ഇനി നൽകല്ല തമ്പുരാനെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ മക്കളെ നേർവഴിയിൽ വഴി നടത്താൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പിശാചിന്റെ ശുർവയിൽ നിന്ന്, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന് അള്ളാഹു ഖുർആൻ പറഞ്ഞതുപോലെ മുമ്പിലും പിമ്പിലും രണ്ട് ഭാഗങ്ങളിലും പൈശാചികമായ ശക്തികൾ ഞങ്ങളെ വല്ലാതെ പിടികൂടുന്നുണ്ട്. അള്ളാഹു പിശാചിന്റെ ഷെറിൽ നിന്ന്, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് കൺകുളിർമ സമ്മാനിക്കണമേ നാഥ. അള്ളാഹുവെ, എൻ്റെ മാതാപിതാക്കളിൽ, എൻ്റെ ഭാര്യയിൽ, ഭർത്താവിൽ, മക്കളിൽ അള്ളാഹുവെ കുടുംബ ജീവിതത്തിന് സന്തോഷവും കൺകുളിർമയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.